വലിയ അഭിമാനത്തോടു കൂടി യാത്ര ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്കായി പദ്ധതി, ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് കൃത്യം ഒരു മാസമാവുകയാണ്. വെറും 30 ദിവസങ്ങൾക്കപ്പുറം എന്താണ് ഇതിന്റെ ഒരു ബ്രോഡർ പിക്ചർ, എന്താണ് ഒരു യഥാർത്ഥ ചിത്രം എന്താണ്? ഒരു വശത്ത് നമ്മൾ കാണുന്നത് KSRTC ബസ്സുകളിലേക്കുള്ള സ്ത്രീകളുടെ വലിയ ഒഴുക്കാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു റെക്കോർഡ് ജനപ്രീതിയാണ് ഈ പ്രിയദർശിനി ബസ്സുകൾക്കുണ്ടായിരിക്കുന്നത് എന്നതാണ്. ഇടിച്ചു കയറാൻ കാത്തു നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ഇതിന്റെ നമ്പർ അടക്കം റെസ്ട്രിക്ട് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷെ മറുവശത്ത് ഒരു കാര്യമുണ്ട്, KSRTCയുടെ നെഞ്ചിടിപ്പ് കൂടി എന്നുള്ളതാണ്. പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതയും കുതിച്ചുയരുന്നുണ്ട്. ഒരേ സമയം കയ്യടിയുണ്ട്, അതോടൊപ്പം ചെറിയ ആശങ്കയുമുണ്ട്. എന്താണ് യഥാർത്ഥ കണക്കുകൾ എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം അല്ലേ? KSRTCക്ക് ഇത് താങ്ങാൻ പറ്റുമോ എന്ന റിപ്പോർട്ടിന്റെ അത്യാധുനിക AR സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ യാത്ര പോകുന്നത്. അതിനൊപ്പം നമ്മുടെ അടുത്തേക്ക് കണക്കുകൾ കൂടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ വരും കണക്കുകൾ എന്താണ് എന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് യാത്രക്കാരുടെ എണ്ണം തന്നെ നോക്കാം. കണക്ക് വന്നിട്ടുണ്ട്. കൈയും തലയൊന്നും പുറത്തിറക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ എത്തി നോക്കി ഇങ്ങനെ പറയാം. ഏതാണ്ട് 1,87,00,000 സ്ത്രീകളാണ് നേരത്തെ പറഞ്ഞതുപോലെ അഭിമാനത്തോടു കൂടി ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര നടത്തിയിരിക്കുന്നത്. 30 ദിവസം കൊണ്ട്, ഒരു മാസം കൊണ്ട് ബസ്സിൽ സൗജന്യ യാത്ര നടത്തിയത് 1,87,00,000 സ്ത്രീകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിന് ഡെയിലി ആവറേജ് എടുത്താൽ ഓരോ ദിവസവും 7,25,000-ലധികം സ്ത്രീകൾ ഈ പദ്ധതി ഉപയോഗിക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങൾ ഈ പദ്ധതി എങ്ങനെ നെഞ്ചിലേറ്റി എന്നതിന് ഇതിലും വലിയ തെളിവൊന്നും നമുക്ക് കൊടുക്കാനില്ല അല്ലെ? ഇനി രണ്ടാമത്തെ കണക്ക് എന്താണ് എന്ന് നോക്കാം. നോക്കൂ, എത്രത്തോളം യാത്ര വർദ്ധിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി. 40%, ഈ പ്രിയദർശിനി ബസ് വന്നതോടുകൂടി KSRTCയിലെ വനിതാ യാത്രക്കാരുടെ എണ്ണത്തിലുണ്ടായ മാറ്റം. 40% അമ്പരപ്പിക്കുന്ന വർധനയാണ്. അതായത് മുമ്പ് സ്വന്തം വണ്ടികളോ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ മാർഗങ്ങളെയൊക്കെ ആശ്രയിച്ചിരുന്ന ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ഇപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക്, നമ്മുടെ ആനവണ്ടിയിലേക്ക് എത്തുന്നു എന്നതാണ് ഈ 40%-ന്റെ കണക്ക് നമ്മളോട് പറയുന്നത്. ഇനി നമുക്ക് കേരളത്തിന്റെ ഒരു ഭൂപടത്തിലേക്ക് നോക്കാം. എവിടെയാണ് ഈ പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് എന്ന് നോക്കിയാലോ? അത് നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. യെസ്, കൊല്ലം, തിരുവനന്തപുരം, ഈ 2 ഇടങ്ങളിലാണ്. കൊല്ലവും തിരുവനന്തപുരത്താണ്, ഈ 2 ജില്ലകളിലാണ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലുള്ളത്. കൂടുതൽ നഗര സർവീസുകളാണ്, സർക്കാർ ഓഫീസുകളുടെ സാന്നിധ്യം, കോളേജുകൾ, അങ്ങനെ ദിവസേന യാത്ര ചെയ്യുന്നവരുടെ വലിയ നിര യാത്രക്കാർ തന്നെയാണ് ഈ 2 തെക്കൻ ജില്ലകളെ മുൻപന്തിയിൽ എത്തിച്ചിരിക്കുന്നത് എന്നതുകൂടിയുണ്ട്. ഇനി യാത്രക്കാർക്കിടയിലെ ഏറ്റവും വലിയൊരു ചോദ്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. എന്താണ് ഈ സീറോ ടിക്കറ്റ്? ഈ സീറോ ടിക്കറ്റിന്റെ ഒരു മാതൃക നമ്മൾ ഈ KSRTC ബസ്സിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ടിക്കറ്റാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് KSRTC കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബസ്സിൽ ഇപ്പോൾ കാണുന്നതാണ് KSRTCയുടെ സീറോ ഫെയർ ടിക്കറ്റ്. സൗജന്യ യാത്രയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ടിക്കറ്റ് എന്നൊരു ചോദ്യം ഉണ്ടാകും. അങ്ങനെ ചില ബിരുദന്മാർ ചോദിക്കുകയും ചെയ്തിരുന്നു, എന്തിനാണ് ഈ സീറോ ഫെയർ ടിക്കറ്റ് നൽകുന്നത് എന്നത് സംബന്ധിച്ച വിവരം നമുക്ക് നോക്കാം. അപ്പൊ ടിക്കറ്റ് പോട്ടെ, അതുമായി ബന്ധപ്പെട്ട് എന്തിനാണിത് എന്ന കാര്യം നമ്മുടെ മുന്നിലേക്ക് വരാം. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരാം. ഓരോ യാത്രയും ടിക്കറ്റ് നൽകി രേഖപ്പെടുത്തുന്നത് ചുമ്മാതൊന്നുമല്ല. ഒരു ദിവസം എത്ര പേർ യാത്ര ചെയ്തു, ആ യാത്രയുടെ ആകെ മൂല്യം എത്രയാണ്, സർക്കാരിൽ നിന്ന് KSRTCക്ക് എത്ര തുക സബ്സിഡിയായി ക്ലെയിം ചെയ്ത് വാങ്ങണം, ഇതിന്റെ എല്ലാം മാസ്റ്റർ ഡാറ്റയാണ് നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഈ സീറോ ടിക്കറ്റ് എന്ന് പറയുന്നത്. പ്രിയദർശിനി പദ്ധതിയുടെ ഏറ്റവും വലിയ ഔദ്യോഗിക രേഖയാണ് ഈ സീറോ ടിക്കറ്റ് എന്നതുകൂടിയുണ്ട്. നിലവിൽ സംസ്ഥാനത്തുടനീളം 3125 ഓർഡിനറി ബസ്സുകളാണ് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി സർവീസ് നടത്തുന്നത്. ഒരു വശത്ത് ഇത് വലിയ സന്തോഷ വാർത്തയാണ്. KSRTCയുടെ അക്കൗണ്ട് ബുക്ക് എടുത്തു നോക്കിയാൽ വലിയ ആശങ്കയും ഉണ്ടാകും. നമുക്ക് ആ സാമ്പത്തിക വശം കൂടി ഒന്ന് നോക്കാം. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്, പക്ഷേ നമ്മൾ കരുതേണ്ട ഒരിടം കൂടിയുണ്ട് എന്നിരിക്കും. നമ്മൾ അതുകൂടി നോക്കണം അല്ലെ? ഒറ്റ മാസം കൊണ്ട് KSRTC നൽകിയ സൗജന്യ യാത്രകളുടെ ആകെ മൂല്യം എത്രയാണ്? 72 കോടി രൂപയാണ്. 72 കോടി രൂപ. അതെ, ഒരു മാസത്തിനുള്ളിൽ ഇത്രയും വലിയ തുകയാണ് മാറിയിരിക്കുന്നത്. ഇതിന്റെ ഡെയിലി കണക്ക് നോക്കിയാൽ പ്രതിദിനം 2.5 കോടി രൂപ, ഒരു ദിവസം 2.5 കോടി രൂപയുടെ യാത്രയാണ് KSRTC സ്ത്രീകൾക്ക് സൗജന്യമായി നൽകുന്നത്. 3125 ബസ്സുകൾ, ഒരൊറ്റ മാസം കൊണ്ട് 1,87,00,000 യാത്രകൾ, പ്രതിദിനം 7 ലക്ഷത്തിലധികം വനിതാ യാത്രക്കാർ, ഒപ്പം 40% അമ്പരപ്പിക്കുന്ന യാത്രാ വർധനവ്. ഈ കണക്കുകൾ മാത്രം നോക്കിയാൽ പ്രിയദർശിനി സൂപ്പർ ഹിറ്റാണ്, അതിൽ ഒരു സംശയവുമില്ല. പക്ഷെ കോടികളുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉളിയുന്ന KSRTCയുടെ നെഞ്ചിലേക്കാണ് കോടികളുടെ പുതിയ കണക്കുകൂടി വന്നിരിക്കുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ പദ്ധതിയുടെ സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് കാണാതെ പോകാനൊന്നും കഴിയില്ല. യാത്രക്കാരുടെ എണ്ണം ഇനിയും കൂടിയാൽ KSRTC അതെങ്ങനെ താങ്ങും എന്നൊരു ചോദ്യം കൂടിയുണ്ട് എന്നതും പ്രധാനമാണ്.